നമസ്കാരം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിഗ് സർപ്രൈസ് നമ്മൾ പറയാൻ പോവാണ്. കുറേ പേര് ചോദിക്കാറുണ്ട് എന്താണ് നിലാസ് കാർട്ടിലായാലും നില ലൈഫ് സ്റ്റൈൽ മലയാളം ചാനലിലായാലും ഗീവ് അവേ അങ്ങനെ അടുത്തടുത്ത് ചെയ്യാത്തതെന്ന്. അപ്പോൾ നമ്മളൊരു ബിഗ് ഗീവ് അവേ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നിലാസ് കാർട്ടും നില ലൈഫ് സ്റ്റൈൽ മലയാളം ചാനലും കൂടിയിട്ട് ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ നിലാസ് കാർട്ടിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് പിക്ചേഴ്സ് അയച്ചു തരുന്നവരെയാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കുന്നത്. അപ്പോൾ ചാനലിലുള്ളവർക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഹെയർ ആയിക്കോട്ടെ, കൈ ആയിക്കോട്ടെ, നമുക്ക് ഫേസ് കാണിക്കാൻ പറ്റാത്തവർക്ക് മറ്റുള്ള ചേഞ്ചുകളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഏതെങ്കിലും പിമ്പിളിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പിമ്പിളിൻ്റെ ചേഞ്ചുകൾ ഏത് പ്രൊഡക്റ്റ് ആയാലും ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ആ ഫോട്ടോസ് നമ്മളിവിടെ ഈ കാണുന്ന മെയിൽ ID-യിലേക്ക് അയച്ചു തരിക. ഒപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് വിത്ത് പിൻകോഡ് അടക്കം ഫോൺ നമ്പർ അടക്കം അയച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന എല്ലാവർക്കും, അതായത് സെലക്ട് ചെയ്യുന്ന നമ്മൾ നറുക്കിട്ടാണ് എടുക്കുക. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ നിലാസ് കാർട്ടിലെ പുതിയ 5 പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇറങ്ങാണ്. ഈ 5 പ്രൊഡക്റ്റുകൾ അടക്കമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഗിവ് അവേ അനൗൺസ്മെന്റിലൂടെ നമ്മൾ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോട്ടോസ് ആണ് നമ്മൾ കൂടുതൽ പരിഗണിക്കുന്നത്. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് റിസൾട്ട് ആണെങ്കിലും അയക്കാം. നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് എടുക്കുക ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ നിലാസ് കാർട്ടിൽ നമ്മുടെ നില ലൈഫ് സ്റ്റൈൽ മലയാളം ചാനലിൽ നമ്മുടെ ചാനൽ റെമഡീസ് ചെയ്തിട്ട് നമുക്ക് ഹെയറിനായിക്കോട്ടെ ലിപ്സിനായിക്കോട്ടെ ചേഞ്ചുകൾ, അതായത് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നമ്മുടെ നല്ല രീതിക്ക് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ബ്ലറിങ് ഒന്നും ഇല്ലാണ്ട് എന്താ പറയുക ഫിൽറ്റർ ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കാണുന്ന രീതിയിലുള്ള ഫോട്ടോസ് നിങ്ങൾ അയച്ചു തരാം. സെയിം മെയിൽ ID-ക്ക് തന്നെ അയക്കാം. അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ്, നിങ്ങളിപ്പോൾ കാർട്ടിൽ നിന്നാണ് പ്രൊഡക്റ്റ് മേടിച്ചതെങ്കിൽ അത് നന്നായിട്ട് മെൻഷൻ ചെയ്യണം. ഏത് പ്രൊഡക്റ്റാണ് മേടിച്ചത്, എന്താണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായതെന്ന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇംഗ്ലീഷിലോ മലയാളത്തിലോ മംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം. ഒപ്പം നിങ്ങളുടെ പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്യുക. അതേപോലെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് റെമഡീസ് ആണെങ്കിൽ ചാനലിൽ ഇന്ന റെമഡി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വെറുതെ വീഡിയോ കാണുന്നവരുണ്ട്, അവർക്ക് വേറെ ഗിവ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചാനലിലും നമ്മുടെ നിലാസ് കാർട്ടിലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർക്കാണ് നമ്മൾ ഈ ഒരു ചാനൽ റെമഡീസ് ഉപയോഗിച്ചവർക്കും കൂടിയിട്ടാണ് നമ്മൾ ഗിവ് അവേ ചെയ്യുന്നത്. ഒരു ബിഗ് ഗിവ് അവേ ആണ്. നിങ്ങൾക്ക് ആ ഒരു നമ്മൾ ഗിവ് അവേ അനൗൺസ്മെന്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ സർപ്രൈസ് നമ്മുടെ ആ ഒരു പൊട്ടിക്കുന്ന ദിവസം എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വലിയ സർപ്രൈസ് ആയിരിക്കും കിട്ടുക. നമ്മുടെ 5 പ്രൊഡക്റ്റ് നമ്മൾ ഇറങ്ങുന്നുണ്ട് നമ്മുടെ കാർട്ടിൽ. അപ്പോൾ ഈ എല്ലാ പ്രൊഡക്റ്റുകളും അടക്കമാണ് നമ്മുടെ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു മെയിൽ ID-യിലേക്ക് അയക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ നാളായില്ല, എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്നുണ്ട്, രാവിലെ മല്ലിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കും ചേച്ചി ഇത് റുട്ടീനായിട്ട് കാണിച്ചു തന്നൂടെ. അപ്പൊ ഞാൻ ഒരു ദിവസം എന്താ പറയാ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിൽ വെള്ളം കുടിക്കുന്നവരാണ്. ചിലർ ജ്യൂസ് കുടിക്കും, ചിലർ ചെറുനാരങ്ങ വെള്ളം കുടിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു ഡ്രിങ്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഡെയിലി ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് എൻ്റെ സ്കിന്നിന്, ഹെയറിന്, സ്കിൻ ബ്രൈറ്റനിങ്ങിന്, അതേപോലെ വിറ്റമിൻ സിക്ക് വേണ്ടിയിട്ട്, അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക്, അതേപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, അതേപോലെ പിമ്പിൾസിന്, ഗ്ലോയിങ്ങിന് ഒക്കെ കൂടിയിട്ട് നമ്മൾ എല്ലാം കൂടിയിട്ട് കുറേ അധികം നമുക്ക് കുടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് റുട്ടീൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിതെല്ലാം കൂടി നമ്മുടെ സ്ഥിരം നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സ്കിൻ ബ്രൈറ്റനിങ്ങിന്, അതേപോലെ ഹെയർ ലോസ്, അതുപോലെ എന്താ പറയുക നമ്മുടെ വിറ്റമിൻ സിക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം എനിക്ക് ഭയങ്കര വർക്കായിട്ടുള്ളതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തലേദിവസം തുടങ്ങും കേട്ടോ. അതായത് ഈ കാണുന്നത് 2 ടീസ്പൂൺ വലിയ സ്പൂൺ മല്ലി, അതായത് മുഴുവൻ മല്ലിയും 1 സ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, അതായത് നല്ല ജീരകല്ലേ, അതും കൂടിയിട്ട് നമ്മൾ തലേദിവസം ഞാൻ ഒരു കപ്പ്, അതായത് 2 ഗ്ലാസ് വെള്ളം ഉള്ള ഒരു കപ്പ് ഉണ്ട് കേട്ടോ, എൻ്റെ അളവ് കപ്പാണ്, അതിലെടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചേക്കാണ്. കാരണം ഞാൻ രാവിലെ 5 മണിക്ക് നിൽക്കും, അപ്പോൾ യോഗ ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഇത് തിളപ്പിച്ചിട്ട് ആ നേരെ പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് തലേദിവസം തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. ഇതെനിക്ക് ഗുണം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾ, അതായത് പിമ്പിൾസ്, അതേപോലെ എൻ്റെ സ്കിന്നിൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ, പിന്നെ വെയിറ്റ് ലോസിന് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് തള വരുമ്പോൾ
തീ കുറച്ച് വെച്ചിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് മൂടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാ. അപ്പൊ ഇതിൽ കരിങ്ങാലി കൂടി ഇടാറുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് കരിങ്ങാലി ഇടുന്നില്ല, ഇങ്ങനെയാണ് കുടിക്കുന്നത്, കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് പിമ്പിൾസിനൊക്കെ നല്ല കുറവുണ്ട്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഡ്രിങ്ക്. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റോളം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ തിളപ്പിച്ചെടുത്തിട്ട്, വെള്ളം വറ്റിക്കൊന്നും വേണ്ട, ഞാൻ ഇതുപോലെ തലേദിവസം ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. നമുക്കിത് കാലത്ത് ഏറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ എൻ്റെ സമയം പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. അപ്പൊ ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് അടക്കമാണ് ഒഴിച്ചു വെക്കുക, കാരണം അത് അതിൽ കിടന്നിട്ട് അതിന് ഗുണം കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ എടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ചെയ്ത് വെക്കും, കാരണം വെച്ചാൽ അടുക്കളയിലേക്ക് പിന്നെ വരണ്ടല്ലോ. പുലർച്ചെ എനിക്ക് അടുക്കളയിൽ വരാൻ കുറച്ച് പേടി, കാരണം തന്നെ എനിക്ക് വരുന്ന കാര്യം അടുക്കളയുടെ പുറത്തെ വാതിൽ ഗ്രില്ലല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അത് അകത്ത് കൊടുന്ന് വെക്കാം. അപ്പൊ ഈ ഒരു കപ്പ്, അപ്പൊ ഈ കപ്പിന് കോലം നോക്കണ്ട, ഇത് ഞാൻ നമ്മള് എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് ഇതില് എന്താ പറയാ കഞ്ഞുണ്ണി ഞാൻ പിഴിഞ്ഞു വെച്ചിട്ട് അതിന് കറിയാണ് കേട്ടോ കപ്പിൽ കാണുന്ന, കപ്പിന്റെ സൈഡിലൊക്കെ. എന്താന്ന് വെച്ചാൽ ഇത് കുറച്ച് വേറെ കുറച്ച് പാത്രങ്ങൾക്ക് നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു നാരങ്ങയുടെ മുറിയും കൂടി ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക, ഞാൻ യോഗ ചെയ്യാതിരിക്കണ അവിടെ കൊടന്ന് വെക്കും. എന്നിട്ട് ഞാൻ ഇതുപോലെ ആ നാരങ്ങ പിറ്റേ ദിവസം ഒഴിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളം നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടിരിക്കും, കാരണം അതിൽ കിടന്ന് നല്ല മിക്സൊക്കെ അതിൽ കിടന്ന് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. നമുക്കിങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ വരുന്ന പിമ്പിൾസിനെ നന്നായിട്ട് കുറയുന്നുണ്ട്. വലിയ വലിയ മുഴുത്ത പിമ്പിൾസ് ഒക്കെ എനിക്ക് വരും, PCOD ഉള്ള കാരണമാണ് വരുന്നത്. ഇപ്പം നല്ലോണം ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ചെയ്യുന്നത് ഇത് വന്നിട്ട് സോയയുടെ മിൽക്കാണ്. അത് ഞാൻ 1/2 ഗ്ലാസ് സോയ മിൽക്കും ബാക്കി വെള്ളവും ചേർത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കും. സോയ മിൽക്ക് നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതേപോലെ ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ നല്ലതാ. അപ്പൊ എനിക്ക് PCOD ഉള്ള കാരണം ഞാൻ സോയ മിൽക്ക് എനിക്ക് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതാണ് എടുക്കുന്നത്. സാധാരണ മറ്റേ പാൽ എനിക്ക് പറ്റില്ല, പശുവും പാല്. അതുകൊണ്ട് അതാണെങ്കിൽ എനിക്ക് തീരെ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിമ്പിൾസ് ഒക്കെ നിറയെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇപ്പൊ റീസെന്റ് ഉപയോഗിക്കണേ. അത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഏകദേശം ഒരു 7 മണിയാകുമ്പോഴാണ് ഈ ചായ കുടിക്കുക. അപ്പൊ എനിക്ക് കാപ്പിയാണ് കേട്ടോ. കാപ്പി കുടിച്ചില്ല എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ ഞാനൊരു നുള്ളു കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കും. ഇൻസ്റ്റന്റ് ആണ്. പിന്നെ ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുക. ശർക്കര ഇപ്പൊ പാലിട്ട് തിളപ്പിക്കരുത്, നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചീവിയിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ചിരകിയിട്ടാണ് ഇട്ട് കൊടുക്കാറ്. ഇന്നിപ്പോ ഞാൻ വീഡിയോ എടുക്കുകയും വീട്ടിലത്തെ പണിയൊക്കെ കൂടി ആകുമ്പോൾ നേരില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടോ കട്ട. പിന്നെ നമ്മൾ ചെയ്യണത് എന്ന് പറഞ്ഞാല് നമ്മുടെ ബട്ടർ കോഫി, അതായത് ബട്ടർ കോഫി ഭയങ്കര നല്ലതാ. ഇതിപ്പോ നമുക്ക് പാലില്ലെങ്കിലും ചെയ്യാട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നമ്മുടെ മുടിക്കും സ്കിന്നിനും ഭയങ്കര നല്ലതാ നമ്മള് നെയ്യ് ഒഴിച്ച കാപ്പി രാവിലെ കുടിക്കണത്. അപ്പൊ ഞാൻ ഇതിലേക്ക് നേരെ ഈ ഒരു സോയ മിൽക്ക് തിളച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ അങ്ങനെ കുടിക്കും. അതാണ് കേട്ടോ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഡെയിലി റുട്ടീൻ. കാരണം എന്ന് വെച്ചാൽ മറ്റു പാല് എനിക്ക് ഭയങ്കര ഇഷ്യൂ ആണ്, കാരണം പശുവും പാൽ എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാവുമ്പോൾ എനിക്ക് ഡയറ്റിനും നല്ലതാണ്, നല്ലൊരു ഒക്കെ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ വലിയൊരു എന്താ പറയാ സംഭവങ്ങൾ അറിയണ ആളൊന്നല്ല, എങ്കിലും എനിക്ക് നല്ല വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. എനിക്ക് നല്ല വ്യത്യാസങ്ങളൊക്കെ ശരീരത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും തോന്നിയ കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യണത്. ഇപ്പൊ ലാസ്റ്റ് ഒരു ഡ്രിങ്ക് ഉണ്ട്, സൂപ്പർബ് ഡ്രിങ്ക് ആണ് കേട്ടോ അത്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കുടിക്കുമ്പോൾ ടിപ്പും മമ്മൂട്ടിയൊക്കെ കൂടി വന്നാണ് കേട്ടോ. മമ്മൂട്ടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ടിപ്പു അവനുള്ള ഫുഡൊക്കെ കാലത്ത് കൊടുത്തതാ, പക്ഷെ ആള് പിന്നെ വന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പം ഞാൻ ലേശം ചായ കൊടുത്തതാ. പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഒരു സ്മൂത്തിയാണ് കഴിക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഒരു മിക്സിയുടെ സൈഡൊക്കെ കണ്ട ഇതിലാണ് നമ്മൾ മുൻപ് വീട്ടിൽ ചെയ്തിരുന്നപ്പോൾ എന്താ പറയുക കഞ്ഞുണ്ണി കുറേശ്ശെ അരച്ചിരുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു കറി ഉണ്ടല്ലോ ഫുള്ള് ഇതുമ്പോൾ പിടിച്ചു. ഞങ്ങൾ പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് കുറച്ച് ഫ്രൂട്ട്സ് ഏതെങ്കിലും, ക്യാരറ്റോ അതുപോലെ പഴം എന്തെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കും. സോറി, ക്യാരറ്റ് അല്ല കേട്ടോ, പഴം അല്ലെങ്കിൽ നമ്മുടെ ആപ്പിള്. അതിലേക്ക് നമ്മൾ ഒരു 3-4 ബദാം അതുപോലെ തന്നെ കുറച്ച് പിസ്ത ഉണ്ടെങ്കിൽ ഇടും, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇടുള്ളൂ. പിന്നെ നമ്മൾ വേണ്ടത് നമ്മുടെ ഈത്തപ്പഴം, ചെറിയൊരു മധുരത്തിന് വേണ്ടി ഡേറ്റ്സ്, പിന്നെ ഫ്ലാക്സ് സീഡ് അതുപോലെ തന്നെ ചിയ സീഡ്, ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ കുറേശ്ശെ എല്ലാം കൂടി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളെല്ലാം കൂടി സോയാ മിൽക്ക് കുറച്ച് ഒഴിച്ചിട്ട്, കുറച്ച് സോയാ മിൽക്കും കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കും. വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ പയർ മുളപ്പിച്ചതും കൂടി എടുക്കാറുണ്ട്. പക്ഷെ പയർ മുളപ്പിച്ചത് ഞാനിപ്പോൾ ഇന്നലെ വീട്ടിൽ പോയിട്ട്, ഇപ്പോൾ ഈ വീഡിയോ ഒന്നും ഇടാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഇന്ന് പിറ്റേ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് മുളപ്പിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വെച്ചിട്ടുണ്ട്, ഇന്നലെ രാത്രി വെച്ചത് മുളച്ചിട്ടില്ല. ഏകദേശം 2 ദിവസമെങ്കിലും എടുക്കും തോന്നുന്നു ശരിക്കും മുളയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മുളയ്ക്കും, വെള്ളം ഒഴിക്കണതിൻ്റെ ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ വെച്ചത് മുളച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല.
അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പയർ മുളപ്പിച്ചത് കഴിക്കാത്തതുകൊണ്ട് ഒരു 10-11 മണിയാകുമ്പോൾ ഒരു കുക്കുംബർ കഴിക്കും. ചിലപ്പോൾ ഇങ്ങനെ വിശപ്പ് ബാലൻസ്ഡ് ആവും. ഇത് പെട്ടെന്ന് ഇങ്ങനെ ദഹിക്കുമല്ലോ, നമുക്കൊരു വിശപ്പ് തോന്നും ചിലപ്പോഴേ 11 മണിയാകുമ്പോൾ. അപ്പോൾ പിന്നെ ഇതിൽ ആപ്പിൾ ഇട്ടൊന്നും നോക്കണ്ട കേട്ടോ, ഞാൻ ഒന്നുകൂടൊന്നുമില്ല. ഞാൻ നമുക്ക് ഉള്ളതിനനുസരിച്ചിട്ടുള്ളൂ. അതായത് ഇപ്പം പഴമാണുള്ളതെന്ന് വെച്ചാൽ പഴമിടും. ഒരു മിനിറ്റ്. പഴമാണ് ഇടാനുള്ളതെന്ന് വെച്ചാൽ പഴം ഇടും. അപ്പോൾ ചേട്ടനും ഞാൻ തന്നെ കഴിക്കുക. ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, അതുപോലെ തന്നെ ഒക്കെ ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ത്രിഫലയുടെ ചൂർണത്തിന്റെ കഴിക്കുന്നുണ്ട്. അത് ഞാനൊരു കെടുക്കാൻ നേരത്തെ കഴിക്കുക. അതിന് മുമ്പ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കുടിക്കുന്ന ഡ്രിങ്ക് ആട്ടോ അത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കുന്നില്ല, ഓൾറെഡി ഞാൻ കാണിച്ചിട്ട്. ഇത് നെല്ലിക്ക, 2 ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം കുക്കുംബർ, ഇതാണ് ഒരു നെല്ലിക്ക കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു തുള്ളി വെള്ളം, അതായത് ഒരു 2-3 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താണ് കിട്ടുന്നത് അത് മതി കേട്ടോ. എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ്, വെള്ളം അധികം ഇല്ലാണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ കുടിക്കുന്നത്, ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ഇതിൽ വേണം. അതാണ് നമ്മുടെ ഭയങ്കര ഇഫക്റ്റീവ് ആവുള്ളൂ. എന്നാലാണ് ഇത് വന്നിട്ട് നമ്മുടെ മഞ്ഞളാണ് ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പാകത്തിനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്, വാങ്ങിയിട്ടുള്ളതാണ്. ഉണക്കി പൊടിച്ച് പുഴുങ്ങി ഉണക്കി പൊടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ എല്ലാവരും കുടിക്കും. അതായത് മോളും ചേട്ടനൊക്കെ പാലിട്ടിട്ടാണ്. എനിക്ക് പാല് പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയാണ് കുടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ചധികം നേരം മിക്സ് ചെയ്യുക, കാരണം മഞ്ഞൾ അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കെടുക്കും. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക, കുടിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു നൈറ്റ് എന്താ പറയുക വിറ്റമിൻ സി ഡ്രിങ്ക് എന്നൊക്കെ പറയില്ലേ, സ്കിന്ന് ബ്രൈറ്റനിങ്ങിനൊക്കെ നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ത്രിഫല ചൂർണ്ണമാണ്. അത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ തുടർന്ന് പോകുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ട് വരികയൊക്കെ ചെയ്താൽ വേറെ എന്തെങ്കിലുമൊക്കെ കുടിക്കും. അതായത് നമ്മുടെ അശോകത്തിൻ്റെ ഡ്രിങ്ക്, അതൊക്കെ ഞാൻ കുടിക്കാവുന്നതാണ്. ഇങ്ങനെ മാറി മാറിയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റുട്ടീനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. രാത്രിയിലത്തെ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ മഞ്ഞളും വെച്ചിട്ടുള്ള ഡ്രിങ്ക് സൂപ്പർബാണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ നമുക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഞാൻ എന്നും ഒരേ കാര്യം തന്നെ ആവില്ല. നമ്മുടെ ചിലപ്പോൾ ചിലതൊക്കെ അവൈലബിൾ ആവാത്തപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ മറ്റുള്ള ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടില്ല, അതുമാതിരി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ചെയ്യുക. പക്ഷെ നമുക്കൊരു വിറ്റമിൻ സി എന്താ പറയുക ഡ്രിങ്കുകൾ നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും പിന്നെ നമുക്ക് ഇഷ്യൂസുകൾ വരില്ലേ, ഏജിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ കുറയ്ക്കാനൊക്കെ ഉള്ളിലേക്കും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ മറക്കരുത് നമ്മുടെ ഗിവ് അവേയുടെ കാര്യം. അത് മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ. നിങ്ങൾ ഇതുപോലെ ചിലപ്പോൾ കാണാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും കൂടി ഷെയർ ചെയ്യുക. ഇങ്ങനെ ഗിവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും പങ്കെടുക്കാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ മറക്കാതെ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കും നിങ്ങളുടെ മെയിലിനായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.